ഹായ് ഫിജി ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ കുറേ പേർക്കൊരു സംശയമുണ്ട്, പുതിയ NCERT റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതായത് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ NCERTയിൽ വന്നിട്ടുണ്ട്. എന്താണ് ആ മാറ്റം? എസ്പെഷ്യലി ബയോളജിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് പഠിക്കണമെന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നീറ്റ് 2025 ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്രിപ്പയർഡ് ആയി, അതിന്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് അത് പ്രിന്റഡ് ആയി, സീൽഡ് ആയി, നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റേഴ്സിലേക്ക് എത്താനായിട്ട് റെഡി ആയിരിക്കും. അപ്പോ യുവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ ഓൾറെഡി സെറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി അവരത് മൊത്തം മാറ്റിയിട്ട് നിങ്ങളുടെ പുതിയ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതിലിടുന്നു? സോ പ്ലീസ് നീറ്റ് 2025 ആസ്പിരൻസ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാം ഈ മാറിയ NCERT ബേസ്ഡ് ആയിട്ട് ആയിരിക്കില്ല. ദാറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു നീറ്റ് 2026 ആസ്പിരൻസ്, അല്ലെങ്കിൽ അത് അങ്ങോട്ടുള്ള ആസ്പിരൻസിനായിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷം അപ്ഡേറ്റഡ് ആയ നീറ്റ് 2024, അതായത് 2024-2025 വർഷത്തിൽ അപ്ഡേറ്റഡ് ആയ ആ NCERT ബേസ് ചെയ്തിട്ടാണ്, ന്യൂ NCERT ബേസ്ഡ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വന്ന ഈ മാറ്റം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവരുത്. പിന്നെ നിങ്ങളുടെ മനസ്സമാധാനത്തിനായിട്ട് മിസ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം, മക്കൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഒന്നാമത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിലാണ് പഴയ NCERT നമ്മുടെ 2024 NCERT മെൻഷൻ ചെയ്തിരുന്നത് ഷ്വാൻ ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നായിരുന്നു. പക്ഷേ നമുക്കറിയാം സെൽ തിയറി പുട്ട് ഫോർത്ത് ചെയ്ത ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ഉണ്ട്. അതിൽ ഷ്വാൻ ഒരു ജർമ്മൻ സുവോളജിസ്റ്റ് ആണ്. അപ്പോൾ ഷ്വാനിന്റെ പാസ്പോർട്ട് തന്നെ മാറിയിട്ടുണ്ട് അല്ലെ? യെസ്, അപ്പോൾ അതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ അതൊന്ന് മക്കൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ടാണ് വരിക. ഇത് 2026 ആസ്പിരൻസിലാണ് ആപ്ലിക്കബിൾ ആകുക. നിങ്ങൾ ഇത് 2025 ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഐ എം ജസ്റ്റ് ലെറ്റിംഗ് യു നോ ദി അപ്ഡേറ്റ്സ്. ഓക്കെ, പിന്നെ അതേ ഇതിൽ തന്നെ നമ്മൾ ഓവർവ്യൂ ഓഫ് ദ സെല്ല് നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഓൾഡ് NCERTയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന, ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സൈറ്റോപ്ലാസം സെമി ഫ്ലൂയിഡ് മാട്രിക്സ് എന്നാണ്, ഒരു സ്ഥലത്ത് സൈറ്റോപ്ലാസം ഇസ് എ ഫ്ലൂയിഡ് മാട്രിക്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സൈറ്റോപ്ലാസം ഇസ് എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് എന്ന് തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ചേഞ്ച്. ഓക്കെ, അത് സെറ്റ് അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തേൽ പോകുമ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നത് റെസ്പിറേഷൻ പ്ലാൻസിലാണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരുന്നു. റെസ്പിറേഷൻ പ്ലാൻസിൽ നമുക്കറിയാം നമ്മുടെ ATP സിന്തസിന്റെ അവിടെ ഓക്സിസോമിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെന്താ അവർ കാണിച്ചിരിക്കുന്നത്? എവറി ടൈം 4H+ അയൺ പാസസ് ത്രൂ ദ ദിസ് തിങ്. അല്ല, ഡയഗ്രത്തിൽ അതല്ല കാണിച്ചിരിക്കുന്നത്, അത് ടെക്സ്റ്റിലായിരുന്നു എഴുതിയിരിക്കുന്നത്. ഇനീഷ്യലി ഡയഗ്രത്തിലും ടെക്സ്റ്റിലും 2H+ ആയിരുന്നു, ഡയഗ്രത്തിലും 2H+ ആയിരുന്നു. സോ ടെക്സ്റ്റിൽ അവർ എഴുതിയിരിക്കുന്നത് എവറി ടൈം 4H+ അയൺ പാസസ് ത്രൂ ദ F0 കോമ്പണന്റ് 1 ATP മോളിക്യൂൾ ഇസ് ഫോംഡ് എന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ അവർ ഡയഗ്രത്തിലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഡയഗ്രത്തിലും ഇപ്പം നിങ്ങൾ ആ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും NCERTയിൽ 4H+ അയൺ പാസസ് ത്രൂ ദ F0 കോമ്പണന്റ് ഓഫ് ദി ഓക്സിസോം ആൻഡ് 1 ATP മോളിക്യൂൾ ഇസ് റിലീസ്ഡ്. അപ്പോൾ അത് കറക്റ്റായി. കാരണം അവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഡയഗ്രാം ഫോളോ ചെയ്യണോ ടെക്സ്റ്റ് ഫോളോ ചെയ്യണോ എന്നുള്ളത്. ഇപ്പോൾ അവരത് ഡയഗ്രത്തിലും ടെക്സ്റ്റിലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 4H+ അയൺ ആണ് പാസ് ചെയ്യുന്നത് ടു ഫോം 1 ATP. സോ ദാറ്റ് മേക്സ് എവറിത്തിങ് റൈറ്റ് അബൌട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഓൾസോ. അപ്പോൾ അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ചേഞ്ച്. ഓക്കെ, ഇനി നമ്മൾ പോവുകയാണെങ്കിൽ പുതിയ ഇതനുസരിച്ച് കെമിക്കൽ കോർഡിനേഷൻ ചാപ്റ്ററിൽ മക്കൾ നോക്കുമ്പോൾ പഴയ NCERTയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം അഡ്രീനൽ ഗ്ലാൻഡിന്റെ കാര്യം പറയുമ്പോൾ 1 at ആന്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുതിയ NCERTയിൽ പറയുന്നത് ഇറ്റ് ഈസ് അബവ് ഓർ സുപ്പീരിയർ ടു ദ കിഡ്നി എന്നാണ് വരുന്നത്. അബവ് ഓർ സുപ്പീരിയർ ടു ദ കിഡ്നി, അതാണ് അവിടെ വന്നിരിക്കുന്ന ചേഞ്ച്. പിന്നെ നിങ്ങൾ നാലാമത്തെ നോക്കുകയാണെങ്കിൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ ഓൾഡ് NCERTയിൽ പറഞ്ഞാൽ നിങ്ങൾ സ്കള്ളിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പം ഹയോയിഡ് ബോൺ വരുന്നുണ്ട് ഇവിടെ അല്ലെ? ഹയോയിഡ് ബോൺ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ എന്നായിരുന്നു ഓൾഡ് NCERT മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് അല്ലായിരുന്നു. സോ ദാറ്റ് ഈസ് റിമൂവ്ഡ് നൗ. ഹയോയിഡ് ബോൺ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സ്കൾ. ഹയോയിഡ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സ്കൾ എന്ന് പുതിയ NCERTയിൽ ആ സെന്റൻസ് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ചേഞ്ച്. പിന്നെ നമ്മൾ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലാണ്. പഴയ NCERTയിൽ നിങ്ങളുടെ ഊജനെസിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുക, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചറായി കഴിയുമ്പോൾ ഓവം റിലീസ് ചെയ്യുന്നതാണ് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷേ അത് ഇപ്പോൾ മാറ്റിയിട്ട് റിവൈസ്ഡ് ന്യൂ NCERTയിൽ ആ ഓവത്തിനെ റീപ്ലേസ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റ് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് നിങ്ങൾക്ക് അറിയാം മിയോസിസ് 1ന്റെ പ്രൊഡക്റ്റും ഓവം മിയോസിസ് 2ന്റെ പ്രൊഡക്റ്റുമാണ്. അപ്പം ആക്ച്വലി ദാറ്റ് ഇസ് കറക്റ്റ് അല്ലെ? ആസ് പെർ ദ ടെക്സ്റ്റ് ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പം ഓവം അല്ല ഇവിടെ വരിക, സെക്കൻഡറി ഊസൈറ്റ് ആണ്. അപ്പം അത് ഒന്ന് മക്കൾ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾക്കത് തെറ്റിപ്പോവരുത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ചേഞ്ച്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇത് കൂടാതെ കുറച്ച് ചേഞ്ചസും കൂടി ഉണ്ട്. അതായത് ഇപ്പം ബയോടെക്നോളജി ചാപ്റ്ററിൽ ചെറിയൊരു സെന്റൻസിന്റെ റീഫ്രെയിമിംഗേ ഉള്ളൂ, കോൺസെപ്റ്റിലില്ല. അതേപോലെ മോളിക്കുലാർ ബേസിലും സെന്റൻസ് റീഫ്രെയിമിംഗിന്റെ ഒരു ചേഞ്ചേ ഉള്ളൂ, മേജർ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി NCERT ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ
ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വന്ന് പറയുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പം 2025 വിഷമിക്കരുത്. ഇനി ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും പഠിക്കാനും ഒന്നും പോകണ്ട. അതേപോലെ ഇനി 2026 എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ NCERT ആപ്പിൽ, അതായത് NCERTന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പുതിയ വേർഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ അത് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കും നോക്കാം, എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഐ ആം ഓൾസോ ഗോയിങ് ത്രൂ. പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. ആൻഡ് ഇപ്പോൾ കുറേ ചാനൽസിലൊക്കെ കുറേ ഇങ്ങനെ വരുന്നുണ്ട്, നീറ്റ് സിലബസ് ചേഞ്ച്, നീറ്റ് അപ്ഡേറ്റ്, NTA's അപ്ഡേറ്റ്. ഇറ്റ് ഈസ് നോട്ട് NTA's അപ്ഡേറ്റ്. NTAയുടെ അപ്ഡേറ്റ് ഒന്നും അല്ല, നീറ്റ് NCERT ആണ്. NCERT എല്ലാ വർഷവും റിവൈസ് ചെയ്യുന്നതല്ലേ, അവരുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ടൈമിൽ റിവൈസ് ചെയ്തിട്ടല്ലേ അടുത്ത വർഷത്തേക്കുള്ള NCERT ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചില മാറ്റങ്ങൾ നമ്മളുടെ നീറ്റ് സിലബസിനും ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷെ നമ്മളിത് എപ്പോഴാണ് അറിയുക? നീറ്റ് 2026 സിലബസ് NTA റിലീസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അല്ലാതെ ഭയങ്കരമായ വലിയ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചേഞ്ചസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് മക്കളോട് ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. അതായത് കുറേ പേര് ചോദിച്ചിരുന്നു ആധാർ അപ്ഡേറ്റിന്റെ കാര്യം. NTA കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വെബ്സൈറ്റിലൊന്നും അത് കൊടുത്തിട്ടില്ല. അതായത് അവർ പറയുന്നത് ആധാർ ഡീറ്റെയിൽസ്, നമ്മളിപ്പം രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മുടെ കൊടുത്ത ആധാർ നമ്പർ, പേര്, കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോകണമല്ലോ ഐഡന്റിറ്റി പ്രൂഫായിട്ട്. അപ്പോൾ അത് ഇതുമായിട്ട് മാച്ച് ചെയ്യണം. നമ്മൾ രജിസ്ട്രേഷന്റെ സമയത്ത് കൊടുത്ത കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പം കുറേ പേരൊക്കെ ചിലപ്പോൾ അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആധാറിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മിസ്മാച്ച് ആയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ കൊടുത്ത ഡീറ്റെയിൽസും ആധാർ ഡീറ്റെയിൽസും തമ്മിൽ മാച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ ചിലപ്പം അഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്രസ് ചേഞ്ചിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷയ സെന്ററിൽ പോയി ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. പക്ഷെ അക്ഷയ സെന്ററിൽ പോയി അവരുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പം ആധാർ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ എന്തെങ്കിലും ഇനി ടെൻഷൻ വന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലെ നിങ്ങളുടെ എക്സ്പീരിയൻസിന് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 12ന്റെ അഡ്മിറ്റ് കാർഡും നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് എന്താ പറയുക, നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് കൊണ്ടുപോകാം. ഇനി 12ന്റെ അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 10ന്റെ മാർക്ക് ഷീറ്റ്. 12ന്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, ഓക്കെ, ക്ലാസ് 12ന്റെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ ക്ലാസ് 10ാം ക്ലാസ്സിന്റെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും നിങ്ങൾക്ക് കൊണ്ടുപോവാം പ്രൂഫായിട്ട്. ഓക്കെ, അപ്പോൾ ആധാർ അപ്ഡേറ്റഡ് ആക്കുന്നതാണ് നല്ലത്. അതിനി ആവാത്തവർ അതോർത്ത് ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ നീറ്റ് എക്സാം ഹോളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് മെസ്സിനിയും വരുന്നതായിരിക്കും. അപ്പം ഈ NCERTയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നീറ്റ് 2025 സ്റ്റുഡൻസ്, യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് റെഡി. ഇറ്റ്സ് ജസ്റ്റ് വെയിറ്റിംഗ് ടു കം ടു യു. സോ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇപ്പോൾ പോയിരുന്ന് പഠിക്ക്. ഗുഡ് ലക്ക്.